നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ജനകീയ വിഷയങ്ങളുമായി തുടങ്ങുന്നു പൊതുജനം കഴുതയല്ല സാർ. ഞാൻ ബി ദിലീപ് കുമാർ. പൊതുജനം കഴുതയല്ല സാർ. ലക്കും ലഗാനുമില്ലാതെ പ്രവർത്തിച്ചു വന്ന ചില യൂട്യൂബർമാർക്ക് ഇപ്പോൾ കഷ്ടകാലമാണ്. പോലീസ് കർശന നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞു. വിവാദ യൂട്യൂബർ തൊപ്പി ഇപ്പോഴും ഒളിവിലാണെങ്കിലും കൂടെയുണ്ടായിരുന്ന മമ്മു പോലീസ് കസ്റ്റഡിയിലാണ്. ലൈവിനിടെ ലഹരി കണ്ടെത്തിയതിന് പിന്നാലെ എൻ്റെ കാസറ്റ് യൂട്യൂബ് ചാനൽ നടത്തിയ അബ്ദുൾ ഹക്കീമും കോൺഗ്രസ് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ വീണ്ടും വീഡിയോ ഇട്ട രാജൻ ജോസഫും പോലീസ് വലയിൽ തന്നെ. നിയന്ത്രണം വേണ്ടേ യൂട്യൂബ് ഉടമകൾക്കും ഉള്ളടക്കങ്ങൾക്കും? കാണാം കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. വലയിലാകുന്ന നെറ്റിസൺസ്. കാറ്റുപോലെ എങ്ങോട്ടാ എന്ന പുതിയ മലയാള ഗാനം പോലെയായിരുന്നു ചില യൂട്യൂബേഴ്സ് എങ്കിലും ഇവിടെ ഒരു നിയമ സംവിധാനം ഉണ്ടോ എന്ന് പോലും സംശയിക്കാവുന്ന രീതിയിൽ പാറി പറന്നുള്ള ഒരു പോക്ക്. അല്പം വൈകിയാണെങ്കിലും അതിനൊരു കടിഞ്ഞാണിടാൻ ശ്രമിക്കുകയാണ് കേരള പോലീസ്. അടുത്തിടെ നടന്ന ചില സംഭവങ്ങളാണ് അതിനുള്ള ആധാരം. ആദ്യത്തെ കേസ് തൊപ്പി തന്നെ. ഗെയിമിംഗ് ലൈവ് സ്ട്രീമിംഗിലൂടെയാണ് തൊപ്പി എന്ന നിഹാദ് അറിയപ്പെട്ടിരുന്നത്. യുവതലമുറയെ വലിയ രീതിയിൽ സ്വാധീനിക്കാനായി ഉപയോഗിക്കുന്ന വാക്കുകളിൽ തുടക്കം മുതൽ തന്നെ വിമർശനമുയർന്നു. പലപ്പോഴും പരിധി ലംഘിച്ചു. ഒടുവിൽ യൂട്യൂബിലൂടെ ലഭിക്കുന്ന വരുമാനം പങ്കുവയ്ക്കുന്നതിലെ തർക്കം ഗ്രൂപ്പിൽ വിള്ളലുണ്ടാക്കി. പിന്നീട് നടന്ന തുറന്നു പറച്ചിലുകളിൽ ലൈംഗിക ചൂഷണം മുതൽ വ്യാപക ലഹരി ഉപയോഗം വരെ. സംഘാംഗങ്ങളായ ഷമീറും മമ്മുവും നിഹാദിനെതിരെ യൂട്യൂബ് ലൈവിൽ വന്നു. നിഹാദിനെതിരെ പോലീസ് കേസെടുത്തു. സുഹൃത്തുക്കളുടെ നഗ്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു എന്നതാണ് കേസ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറഞ്ഞപ്പോൾ ശാരീരിക അവശതകളുണ്ടെന്ന് പറഞ്ഞു തൊപ്പി പിന്നീട് മുങ്ങുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. വിദേശത്തേക്ക് കടന്നതായുള്ള സൂചനയും തള്ളുന്നില്ല. യുവതിയെ അധിക്ഷേപിച്ചുവെന്ന കേസിൽ മമ്മു എന്ന മുഹമ്മദ് അറസ്റ്റിലായി. ലൈവ് സ്ട്രീമിംഗിനിടയിൽ ഗായകൻ ഹനാൻ ഷയെ പരാമർശിച്ചുകൊണ്ട് സുഹൃത്തിന്റെ ഭാര്യയെ അധിക്ഷേപിച്ചു. ആരെക്കുറിച്ചും എന്തും പറയാമെന്ന അവസ്ഥ. ഇന്നിപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മൊബൈൽ ഫോൺ, ആൻഡ്രോയിഡ് ഫോൺ കയ്യിലുള്ളവരെല്ലാം മൊബൈൽ ജേർണലിസ്റ്റുകളായി മാറിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ ജേർണലിസ്റ്റുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടത് ക്ലിക്കാണ്. അത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്ന അവസ്ഥയിൽ ഏറ്റവും മോശമായ മ്ലേച്ഛമായ കാര്യങ്ങൾ പറഞ്ഞാൽ അത് കേൾക്കാൻ ആളുകളുടെ എണ്ണം കൂടും എന്നുള്ള ഒരു സ്വാഭാവികമായ അവസ്ഥയിൽ ആണിപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ആരെക്കുറിച്ചും എന്തും പറയാം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. യാതൊരു പരിശീലനവും കിട്ടിയിട്ടില്ലാത്ത ആളുകൾ, അവരാണ് മാധ്യമപ്രവർത്തകർ എന്ന് അവകാശപ്പെടുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. പല വീഡിയോകളും കണ്ട് അയ്യേ എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിയ എത്ര അനുഭവങ്ങളുണ്ട്. സ്വന്തം ലൈവിൽ തന്നെയാണ് എൻ്റെ കേസറ്റ് എന്ന യൂട്യൂബ് ചാനൽ നടത്തിയ അബ്ദുൾ ഹക്കീം എന്നയാളുടെ മുഖംമൂടി അഴിഞ്ഞു വീണത്. ലഹരി മാഫിയയ്ക്കെതിരെയും അനീതിക്കെതിരെയും സമൂഹ മാധ്യമങ്ങളിലൂടെ സംസാരിച്ചിരുന്ന ആളാണ് അബ്ദുൾ ഹക്കീം. ലൈവിലൂടെ ലഹരി ഉപയോഗിച്ചതിന് ഇപ്പോൾ ഷാർജ പോലീസിന്റെ കസ്റ്റഡിയിൽ. ലഹരി ഉപയോഗിക്കുന്ന സമയം ലൈവ് ഓണായതാണെന്ന് കണക്കാക്കുന്നു. തീർന്നില്ല. രാജൻ ജോസഫ് എന്ന യൂട്യൂബർ കോൺഗ്രസ് നേതാവായ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ വീഡിയോ ചെയ്ത് വീണ്ടും അറസ്റ്റിലായി. ഒരു തവണ അറസ്റ്റിലായി ജാമ്യം ലഭിച്ചപ്പോൾ നൽകിയ എല്ലാ ജാമ്യ വ്യവസ്ഥകളും കാറ്റിൽ പറത്തിയാണ് അന്ന് തന്നെ വീണ്ടും അധിക്ഷേപിച്ച് വീഡിയോ ഇട്ടത്. ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പരാതിയിൽ പോലീസ് ഉടൻ തന്നെ വീണ്ടും അറസ്റ്റ് ചെയ്തു. 2025 സെപ്റ്റംബർ മാസം മുതലാണ് ഇയാൾ എനിക്കെതിരെ വീഡിയോ ചെയ്തു തുടങ്ങിയത്. അന്ന് ഞാൻ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിരുന്നു. CPIയുടെ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടിരിക്കുകയാണ് എനിക്കെതിരെ വളരെ മോശമായിട്ടുള്ള വീഡിയോസ് അയാൾ ചെയ്തത്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ അയാൾ ചെയ്യുകയാണെങ്കിൽ ആ 10 മിനിറ്റും അയാൾ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ടേയിരിക്കും. അയാളും ഒരു സിബി എന്ന് പറയുന്ന മറ്റൊരാളും ചേർന്നുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെ എല്ലാം പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഒരു നീതി ലഭിച്ചു എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തി നിൽക്കുന്നത്. മറ്റൊന്ന് കാസർകോട്ടെ യൂട്യൂബർ ഖാദർ കരിപ്പൊടി. വധശ്രമ കേസിൽ ഇപ്പോഴും ഒളിവിലാണ്. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ മർദ്ദിക്കുകയായിരുന്നു. പ്രതി സ്ഥിരം കുറ്റവാളിയാണെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയും മുൻകൂർ ജാമ്യാപേക്ഷ ഖാദറിന്റെ തള്ളി. മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു എന്നതടക്കം 7 കേസുകൾ ഇയാൾക്കെതിരെ ഒരു പോലീസ് സ്റ്റേഷനിൽ മാത്രമുണ്ട്. യൂട്യൂബിൽ 1.5 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ഖാദറിനുള്ളത്. കണ്ടന്റ് ഉൽപ്പാദിപ്പിക്കാനാണെന്ന പേരിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? അത് മറ്റൊരു യൂണിവേഴ്സാണെന്ന് പറഞ്ഞു പോകാം.
പക്ഷേ നിയമത്തിന്റെ പിടിവിട്ടു പോകരുത്. കർശനമായ നിരീക്ഷണവും തെറ്റുതിരുത്തലും നടക്കണം. അത് മറ്റൊരു ലോകമാണെങ്കിൽ അവിടെ രാസലഹരി ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവർ തെറ്റിപ്പിരിഞ്ഞു പോകുമ്പോൾ പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നെല്ലാം ഗൗരവമുള്ള പരിശോധന പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ഏറ്റവും ചുരുങ്ങിയത് ഇങ്ങനെ പച്ചത്തെറി പറഞ്ഞല്ല ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത് എന്ന ബാലപാഠമെങ്കിലും ബോധ്യപ്പെടുത്തണം. വിപിൻ സി വിജയൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത് ജനങ്ങൾ ജേർണലിസ്റ്റുകളാകുന്നതും ജനങ്ങൾ വാർത്തകൾ അറിയിക്കുന്നതും ചർച്ച ചെയ്യുന്നതുമൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഈ വാർത്തകൾ അറിയിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് അടിസ്ഥാനമായി ആധാരമായി ചില കാര്യങ്ങൾ അത് ഉണ്ടാകണം, യാഥാർത്ഥ്യം ഉണ്ടാകണം, ആരോപണങ്ങളിൽ വസ്തുതയുണ്ടാകണം. അല്ലാതെ ആരെയും എന്തും പറയാം എന്നുള്ള നില പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യങ്ങളിലൊക്കെ നിയമനിർമ്മാണം നടത്തണം എന്ന് സർക്കാരുകൾ തന്നെ പലവട്ടം ആലോചിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു നിയന്ത്രണവുമില്ലാത്ത ഒരു ലോകമാണ് ഏറ്റവും നല്ലത്. പക്ഷേ അവനവൻ സ്വയം നിയന്ത്രണം പാലിക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും ഒരു അധികാര കേന്ദ്രങ്ങൾ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നതിന് മുമ്പേ, അങ്ങനെ ഒരു ശ്രമത്തിലേക്ക് അവർ കടക്കുന്നതിന് മുമ്പേ നമ്മൾ ചെയ്യേണ്ടതും പാലിക്കേണ്ടതും, അങ്ങനെ ഒരു സ്വയം നിയന്ത്രണം ഉണ്ടായാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഈ നിയമനിർമ്മാണങ്ങളൊന്നും ആ നിലയിൽ വരില്ല. പക്ഷേ ഇപ്പോഴും നമ്മുടെ എല്ലാം തലയ്ക്ക് മുകളിൽ അങ്ങനെ ഒരു നിയമനിർമ്മാണമുണ്ട്. അത് ഇത്തരത്തിൽ നിരുത്തരവാദപരമായി ഈ പ്രവർത്തനങ്ങൾ, ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർ കൊണ്ടുവരുന്ന അവരുടെ പാകപ്പിഴകൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. നിരവധി പ്രേക്ഷകർ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. നിധിൻ മാരാർ പറയുന്നു, ഇവർ പറയുന്നത് വിശ്വസിക്കുന്നവന്മാരുടെ തെറ്റോ അതോ ഇവരുടേതോ എന്നാണ് പറയുന്നത്. അയാൻ ചോദിക്കുന്നത് എന്താണ് ഇവർ കാണിച്ചു കൂട്ടുന്നത്. സീന മുഹമ്മദ് പറയുന്നു, ഇവരെപ്പോലെ തന്നെ മരണവീട്ടിലൊരു ഔചിത്യവുമില്ലാതെ ക്യാമറയും തൂക്കിപ്പോകുന്ന ഓൺലൈൻ വീഡിയോക്കാരെയും നിയന്ത്രിക്കേണ്ട കാലം അതിക്രമിച്ചു എന്ന്. അലി അക്ബർ പറയുന്നു, തൊപ്പിയെ വളർത്തിയവർ ഇപ്പോൾ പുള്ളിയുടെ വീഡിയോ കണ്ടിട്ട് പോലുമില്ലെന്ന് പറയുമെന്നാണ്. ഷീജ MK പറയുന്നു, ഇങ്ങനെയുള്ള യൂട്യൂബർമാർ ജയിലിൽ കിടക്കട്ടെ, അതാ നല്ലത്, മറ്റുള്ളവർക്കും ഇതൊരു പാഠം ആകട്ടെ എന്നാണ്. എബ്രഹാം തോമസ് പറയുന്നു, സോഷ്യൽ മീഡിയയിൽ ഇത് ദുരുപയോഗം ചെയ്യുന്നവരുടെ എണ്ണം പെരുകുന്നു, ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ്. ആൽഫ കുറച്ച് കടത്തി പറയുകയാണ്, തൊപ്പിയും കുപ്പിയും പിന്നെ ലഹരിയും എന്നാണ് പറയുന്നത്. ബാലൻ നീലയമരി പറയുന്നത്, ഇവരെയൊക്കെ കുറേ മുമ്പേ അകത്താക്കണമായിരുന്നു, ഇപ്പോൾ ഒളിവിൽ. കേരള പോലീസ് അടിപൊളിയായിരുന്നു, പക്ഷേ ഇപ്പോൾ എല്ലാവരും മോശമാകുന്നു എന്ന ചോദ്യമാണ്. മോഹനൻ പിലാത്തറ പറയുന്നു, സോഷ്യൽ മീഡിയ നിലവിൽ വന്നതോടെ നമ്മളറിയാതെ പോകുന്ന വാർത്തകൾ നമ്മളിൽ എത്തിക്കാൻ സഹായിക്കുന്നുണ്ട്, എന്നാൽ എല്ലാത്തിലും പുഴുക്കുത്തുകളുണ്ടെന്ന് പറയുന്നത് പോലെ ഇതിലും കയറിക്കൂടിയവരെ വിടരുത്. ആശാ ഗോപിനാഥ് പറയുന്നു, ആരെക്കുറിച്ചും എന്തും പറയാമെന്ന അവസ്ഥ, നിയമം ഇതിനെയൊന്നും പേടിയില്ല. റീന സതീശൻ പറയുന്നു, അതിർവരമ്പുകൾ കടക്കുന്നുണ്ട് ചില വ്ളോഗേഴ്സിന്, അതിന് ചങ്ങലപ്പൂട്ടിട്ടേ മതിയാകൂ എന്നാണ്. അങ്ങനെ ഈ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങളാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്ത് കടുത്ത വൈദ്യുതി പ്രതിസന്ധിയും പവർ കട്ടും വന്നതോടെ ജനങ്ങൾ വലിയ വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് ഉയർത്തുന്നത്. ഇരുണ്ട കാലം തിരികെ എത്തിയോ എന്ന ആശങ്ക ഉന്നയിക്കുന്നവരുമുണ്ട് കൂട്ടത്തിൽ. പവർ കട്ടിൽ സർക്കാരിനെയും വൈദ്യുതി മന്ത്രിയെയും വിമർശിച്ചുകൊണ്ടുള്ള ട്രോളുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗം. കാണാം, തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ JB തയ്യാറാക്കിയ റിപ്പോർട്ട് ഇരുട്ടടി. ഒരിടവേളയ്ക്ക് ശേഷം പവർ കട്ട് തിരികെ എത്തിയപ്പോൾ 2 മാസം മുൻപ് ഒരു ജനങ്ങൾ അതിനെ വിളിച്ചത് കേക്കട്ടെന്നായിരുന്നു. എന്നാൽ ഭരണം മാറിയ ശേഷം വീണ്ടും പവർ കട്ട് തുടർന്നപ്പോൾ അവർ അതിനെ ഇന്ദിരാകട്ടെന്ന് വിളിക്കാൻ തുടങ്ങി. കേക്കട്ട് ഇന്ദിരാകട്ടായി മാറിയപ്പോൾ സോഷ്യൽ മീഡിയയിലും ട്രോളുകളുടെ പെരുമഴയാണ്. സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും, പക്ഷെ ലൈറ്റ് ഇട്ടാൽ സ്വിച്ച് കത്തില്ല. ഈ തത്വങ്ങളെല്ലാം മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ദുഃഖമുണ്ടാവില്ല. പറ്റിപ്പോയി നിന്നെ മാടി വിളിച്ചത് മിച്ചം, വന്ന നാൾ മുതൽ വാഴ്വിതിനില്ലൊരു മെച്ചം, പറ്റിപ്പോയി. ഇരുട്ടത്തിരുന്ന് മെഴുകുതിരി വെളിച്ചത്തിൽ ഫുട്ബോൾ കാണുന്നതും ഫാൻ ഇല്ലാത്തതിന്റെ ചൂടും ആളുകൾ സോഷ്യൽ മീഡിയ വഴി ട്രോളുകളാക്കി മാറ്റുകയാണ്. എന്തൊക്കെ വിമർശനമുണ്ടായാലും ഈ പ്രതിസന്ധിക്ക് ഉടനൊന്നും പരിഹാരമുണ്ടാകില്ലെന്ന മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തം. അതിന് കൃത്യമായൊരു ഡേറ്റ് പറയാൻ കഴിയില്ല.
നമ്മളുടെ കാലാവസ്ഥയിൽ വന്ന വലിയ വ്യതിയാനമാണ് അതിൻ്റെ കാരണം, എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വർഷം നമുക്ക് ആവശ്യമായിരുന്നത് 3500 മുതൽ 3600 വരെ മെഗാവാട്ട് വൈദ്യുതി ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് 1000-ലധികം മെഗാവാട്ട്, 4600 മുതൽ 4800 വരെ മെഗാവാട്ടായിട്ട് വൈദ്യുതിയുടെ ഉപയോഗത്തിൽ വർധന വന്നിട്ടുണ്ട്. പ്രതീക്ഷിക്കാതെ എത്തുന്ന പവർ കട്ട് ജനങ്ങളെ ആകെ വലയ്ക്കുകയാണ്. പവർ കട്ട് വലിയ അസൗകര്യം തന്നെ. അത് ഈ സർക്കാർ കാര്യക്ഷമമായിട്ട് ഇടപെടാത്തത് കൊണ്ട് തന്നെയാണത്. ഉദ്യോഗസ്ഥരുടെ കുഴപ്പമാണത്. ഉദ്യോഗസ്ഥരിത് പറയണമായിരുന്നു, ഇങ്ങനെ ഇതിന് റെമഡി കണ്ടെത്തണമെന്ന്. അങ്ങനെ ചെയ്യാത്തതാണ് ബുദ്ധിമുട്ടായത്. അതായത് ഭരണസമിതി ഏതായാലും മാറി വന്നല്ലോ. നേരത്തെ ഉള്ള ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോഴും തുടരുന്നു. അവർ സമയാസമയങ്ങളിൽ ഇതിൻ്റെ കുറവ് വരും എന്ന് കണ്ടെത്താൻ കഴിയാത്തതാണ് ഈ പ്രശ്നമായത്. കിടന്നുറങ്ങാമെന്ന് വൃത്തിയില്ല. ഇതുവരെ ഇല്ലാത്ത ഒരു അനുഭവം. ഇന്നലെ 4 പ്രാവശ്യമാണ് എൻ്റെ വീട്ടിൽ കറണ്ട് പോയത്. രാത്രി 12 മണിക്ക് 1 മണിക്ക്, അപ്പോഴാണ് നമ്മൾ ഇതുവരെ കണ്ണടയുന്നത്. ആ സമയത്താണ് ഉണർന്ന പിന്നെ ഒന്നും ചെയ്യാൻ കൊതുവും ഈ ചൂടും കൂടെ ആകുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പിന്നെ എണീറ്റിരിക്കാനേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു വല്ലാത്ത ഇതുവരെ അല്ലാത്ത ഒരു ദുരിതമാണ് ഇപ്പോഴും നമ്മൾ അനുഭവിക്കുന്നത്. നല്ല ഒരു വേദന ഉണ്ടായിരിക്കും. നമ്മൾ ചൂടല്ലോ, അപ്പോൾ ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ രാത്രിയൊക്കെ പോകുമ്പോഴാണ് ഏറ്റവും വലിയ കഷ്ടം, കൊതു. അതുകൊണ്ട് ഒരു രക്ഷയുമില്ല. എന്നാൽ സഹിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഇവരെ കയറിയപ്പോൾ ഇങ്ങനെയായി. ഇനി അടുത്ത ആളുകൾ വരുന്ന കാലത്ത് ഇനി എപ്പോഴും പല വിധത്തിലുള്ള ഘടകങ്ങൾ ഒരേ സമയം ഒത്തുചേർന്നതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് വകുപ്പിന്റെ വിശദീകരണം. അത് മറികടക്കാനുള്ള ശ്രമത്തിലാണ് KSTB എന്നും അവർ വ്യക്തമാക്കുന്നു. ജിബിൻ JB, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഏതായാലും ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഫൈനലെങ്കിലും പവർ കട്ടിൽ നിന്ന് മുക്തമാകണം. അങ്ങനെ പ്രേക്ഷകർക്ക് ആ കളി കാണാൻ അവസരമൊരുക്കണം എന്ന ചിന്ത KSEB അധികൃതർക്കുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതിനെക്കുറിച്ചൊക്കെ ചർച്ച നടക്കുകയാണ്. നിരവധി പ്രേക്ഷകർ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. സുജേഷ് നന്നങ്ങാടി പറയുന്നു, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ മിന്നാമിനുങ്ങിനെ കാണാൻ പറ്റുന്നുണ്ട് എന്ന്. ബീനാസി പറയുന്നു, സ്വിച്ച് ഇട്ട് വെച്ചിട്ടുണ്ടെന്ന്. അതുപോലെ സുഗുണൻ സാഹിതി പറയുന്നു, പ്രിയദർശിനി പവർ കട്ട് എന്നാണ് ഇതിനിപ്പോൾ അദ്ദേഹം പേരിട്ടിരിക്കുന്നത്. ഓമനാകൃഷ്ണൻ പറയുന്നു, പവർ കട്ടാണെങ്കിലും കറണ്ട് ബില്ല് ഞെട്ടിക്കുന്നതാണ് എന്ന്. രവികുമാർ PB പറയുന്നു, ഇപ്പോൾ രാത്രി 12 മണിക്ക് ശേഷം പവർ കട്ട് കാരണം ഉറങ്ങാൻ സാധിക്കുന്നില്ല, വളരെ നന്ദിയുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ആ നിലയിൽ നിരവധി പ്രേക്ഷകരാണ് ഇതുമായി ബന്ധപ്പെട്ട്. NSG പറയുന്നു, കറണ്ട് ബില്ല് കുറച്ചു കൊടുത്താൽ മതിയല്ലോ എന്ന ചിന്തയിൽ വീട്ടുചിലവ് നോക്കുന്ന വ്യക്തിക്ക് സന്തോഷം എന്നാണ്. എബ്രഹാം തോമസ് പറയുന്നു, പവർ കട്ട് കള്ളന്മാർക്ക് സപ്പോർട്ടാകുന്നു. അങ്ങനെ നിരവധി പ്രേക്ഷകർ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. കള്ളാടി ദുരന്തത്തിൻ്റെ നടുക്കത്തിൽ നിന്ന് നാട് പൂർണ്ണമായും മോചിതമായിട്ടില്ല. ദുരന്തശേഷിപ്പുകൾ ബാക്കിയുള്ള വയനാട്ടിലെ മീനാക്ഷിയിൽ ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു. ഒപ്പം ആ നാട്ടുകാർക്ക് ചില ആശങ്കകളും പരാതികളുമുണ്ട്. കാണാം, കാളിദാസൻ ദേവദത്തം വയനാട്ടിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് അതിജീവനം. വികസനത്തിന്റെ മധുരം ആഗ്രഹിച്ച കള്ളാടിയും മീനാക്ഷിയും ദിവസങ്ങൾക്ക് മുൻപ് നുണഞ്ഞത് ദുരന്തത്തിന്റെ കയ്പുനീരാണ്. കയ്പിന്റെ ആ ദിനങ്ങൾ മറികടന്ന് മീനാക്ഷിയിലെ ജനങ്ങൾ ജീവിച്ചു തുടങ്ങിയിരിക്കുന്നു. കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ കേരളം ഭീതിതമായിട്ട് 2 ആഴ്ചയോടടുക്കുന്നു. മനുഷ്യനിർമ്മിതമെന്നും വിമർശനമുയർന്ന മൺപ്രളയത്തിന്റെ അവശേഷിപ്പുകൾ മീനാക്ഷി പാലത്തിൽ ഇന്നുമുണ്ടെങ്കിലും മീനാക്ഷി വീണ്ടും സാധാരണ നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. 8ാമത്തെ ദിവസമാണ് ഇന്ന്. ഏകദേശം എല്ലാം ക്ലിയറായി വരുന്നുണ്ട്. ആൾക്കാരൊക്കെ തിരിച്ചു വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ടൂറിസം കൂടി പഴയ പോലെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടി റെഡി ആവുമെന്ന് തോന്നുന്നു. ഇപ്പോൾ മണ്ണ് മാറ്റൽ ഒക്കെ തകൃതിയായിട്ട് നടക്കുന്ന കാണുന്നുണ്ട്. എല്ലാം ഒന്ന് മാറ്റിപ്പോയി നമ്മൾ ആശങ്കകളെല്ലാം ഒന്ന് ദൂരീകരിക്കപ്പെടും. മുൻ ദുരന്തങ്ങളെപ്പോലെ വെറും പ്രകൃതിക്ഷോഭം മാത്രമായിരുന്നില്ല കള്ളാടി ദുരന്തം. തുരങ്കപാത നിർമ്മാണ കമ്പനി അധികൃതരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന റിപ്പോർട്ട് ഹൈക്കോടതി വരെ എത്തിയിരിക്കുന്നു. നിർദ്ദേശത്തെ തുടർന്ന് തുരങ്കപാത നിർമ്മാണം നിർത്തിവെച്ചിരിക്കുകയാണെങ്കിലും കൂട്ടിയിട്ട ബാക്കിയുള്ള മണ്ണ് മാറ്റാത്തതിലുള്ള ആശങ്കയും പ്രദേശവാസികൾ പങ്കുവെക്കുന്നു. നമ്മുടെ മെയിനായിട്ട് ആശങ്ക എന്നുള്ളത് ഈ മണ്ണ് ഇങ്ങനെ കൂടിക്കിടക്കുന്നതാണ് അവിടെ. അതുകൊണ്ട് ഇപ്പോൾ താഴത്തുള്ള വീട്ടുകാർക്ക് എത്രത്തോളം ഭീഷണി ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പ്രശ്നമായിട്ടുണ്ടായിരുന്നത്. അതിന് ഉത്തര പരിഹാരമായിട്ട് ഇപ്പോൾ ഒരു അടിയന്തരമായിട്ട് ഇപ്പോൾ മണ്ണ് പെട്ടെന്ന് മാറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ മണ്ണ് ഏറെക്കുറെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ നല്ല വെയിലതിനെ കൊണ്ട് മണ്ണ് മാറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ള വണ്ടികളൊക്കെ ഓടുന്നുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഒരു 2-3 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ക്ലിയർ ആയി കഴിഞ്ഞാൽ ബാക്കി ടൂറിസം മേഖലയൊക്കെ ഓപ്പൺ ആണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. ആശങ്കയുണ്ടെങ്കിൽ പോലും വികസനമാണ് പ്രധാനമെന്നുമുണ്ട് ആവശ്യം.
എങ്കിലും ദുരന്തത്തിന്റെ ബാക്കിപത്രമായ ചെളിമണ്ണ് ഗതാഗതയോഗ്യമായ മീനാക്ഷി പാലത്തെ പൊടിപടലമാക്കുന്നു എന്നും പ്രദേശവാസികൾ. ഇപ്പോൾ വരുന്ന പൊടി വലിയൊരു ആശങ്കയാണ്. അതുപോലെ തന്നെ നമ്മളെല്ലാം ജീവിക്കുന്ന ടൂറിസത്തിന്റെ ഒരു വരുമാനം ഇതും കൊണ്ടാണ് ജീവിക്കുന്നത്. എത്രയും പെട്ടെന്ന് പഴയ പോലെ ആയാൽ മാത്രമാണ് നമ്മളെ ഈ ഹോട്ടലും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ. നമുക്ക് ആശങ്ക ഈ മണ്ണ് മുകളിൽ കൂടിക്കുന്നതിനാണ് ആശങ്ക. അത് താഴോട്ട് പൊട്ടി വീണത് പിന്നെ ഒരുപാട് വീടുകൾ ഇവിടെ പോകും. അതാണ് നമ്മളെ ആശങ്കയുള്ളത്. ഇപ്പോൾ മണ്ണ് മാറ്റുന്നത് പരിശോധിക്കാൻ 3 അംഗ സമിതിയെയും ദുരന്തം പഠിക്കാൻ 5 അംഗ സമിതിയെയും സർക്കാർ നിയോഗിച്ചു കഴിഞ്ഞു. അതിൽ 3 അംഗ സമിതിയുടെ പരിശോധന പൂർത്തിയായിരിക്കുന്നു. ഇനി കാത്തിരിക്കുന്നത് 5 അംഗ സമിതിയെ. ഇരു സമിതികളുടെയും റിപ്പോർട്ടുകളാണ് ഇനി പുറത്തു വരേണ്ടത്. ഇരു റിപ്പോർട്ടുകളും സാധാരണ നിലയിലേക്കെത്തിയ കള്ളാടിയിലെയും മീനാക്ഷിയിലെയും ജനങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരമാകുമോ എന്നതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാളിദാസൻ ദേവദത്തം, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ജനകീയ വിഷയങ്ങളുമായി തുടരുന്നു പൊതുജനം കഴുതയല്ല സാർ. കുണ്ടും കുഴിയും നിറഞ്ഞ അന്തർ സംസ്ഥാന പാത കേൾക്കുമ്പോൾ അതിശയം തോന്നാമെങ്കിലും സംഗതി സത്യമാണ്. കാസർഗോഡ് നിന്നും കർണാടകയിലേക്കുള്ള ചെർക്കള കല്ലടുക്ക പാതയിലെത്തിയാൽ യാത്രക്കാരുടെ നടുവൊടിയും. അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾക്ക് പദ്ധതികൾ പലതുണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. കാണാം കാസർഗോഡ് നിന്ന് പ്രദീപ് നാരായൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കഠിനമീ യാത്ര. നാടാകെ വികസിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വികസനം ആദ്യം പ്രതിഫലിക്കേണ്ടത് പശ്ചാത്തല മേഖലയിലാണ്. സംസ്ഥാനമൊട്ടുക്കും മികച്ച റോഡുകളുണ്ടെന്ന് മേനി പറയുന്നവരാണ് നമ്മൾ മലയാളികൾ. എന്നാൽ അതിന് നേർ വിപരീതമായ ഒരു കാഴ്ചയിലേക്കാണ് പ്രേക്ഷക ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. ഉക്കിനടുക്കയിൽ സ്ഥിതി ചെയ്യുന്ന കാസർഗോഡ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്കുള്ള പ്രധാന പാതയാണിത്. അന്തർ സംസ്ഥാന പാതയായതിനാൽ ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ ഏറെയും കടന്നു പോകുന്ന വഴി. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. വർഷങ്ങളായി കുണ്ടും കുഴിയും താണ്ടി യാത്ര ചെയ്യേണ്ട ഗതികേടാണ്. റോഡ് മുഴുവനായും പൊട്ടിപ്പൊളിഞ്ഞ് പൊടിപടലങ്ങൾ ഉയർന്നു തുടങ്ങുമ്പോൾ അധികൃതർ കണ്ണിൽ പൊടിയിട്ട് തടി തപ്പുന്നതാണ് സ്ഥിരം കാഴ്ച. ധൃതിയിൽ കുഴിയടക്കൽ മഹാമഹവുമായി കരാറുകാരെത്തും. കുഴികളുള്ള സ്ഥലങ്ങളെല്ലാം അടക്കും. പാലങ്ങളുള്ള ഭാഗത്താണെങ്കിൽ അല്പം കോൺക്രീറ്റ് മിശ്രിതം കൊണ്ടുള്ള കലാപരിപാടികൾ കാണാം. ഒറ്റനോട്ടത്തിൽ എല്ലാം പരിഹരിച്ചു എന്ന് തോന്നുമെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ ഈ റോഡ് വീണ്ടും പഴയപടിയാകും. ചെർക്കള മുതൽ സംസ്ഥാനാതിർത്തി വരെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും റോഡിൽ കുഴിയൊഴിഞ്ഞ ഭാഗം കാണാൻ കിട്ടില്ല. എടനീർപ്പാലത്തിൽ കോൺക്രീറ്റ് കമ്പി വരെ പുറത്തു കാണുന്ന അവസ്ഥ. നടന്നു പോകുന്നവർക്ക് കാലിൽ തട്ടാതിരിക്കാൻ ഒരു കമ്പിയിൽ പ്ലാസ്റ്റിക് കുപ്പി കുത്തിയിറക്കിയത് കാണാം. ഒരു ഇമ്പോർട്ടൻസും ഇതുവരെ കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഒരിക്കൽ ടാറിട്ടിട്ട് നേരെ പോകും. പിന്നെ ആണെങ്കിൽ ഈ കുഴി ആവും. ഇതന്നെ എത്ര കൊല്ലമായി അറിയാം. ഈ റോഡിലൂടെ ഓടിയിട്ട് നടു പൊളിഞ്ഞ് കുറേ കാലമായി ഇതിവിടെ പൊളിഞ്ഞ് കിടക്കുന്നല്ലേ. മഴക്കാലാകുമ്പോൾ കുറച്ച് കൊടുത്തിട്ട് ജെല്ലി മാത്രം ഇട്ടിട്ട് പോകും. അത് വലിയ മഴ വരുമ്പോൾ അത് ഒഴിയിട്ട് അതേപോലെ പോകും. നടു പൊളിഞ്ഞുമില്ല ഓട്ടോ ഓടി. വീണ്ടും മുന്നോട്ട് പോയാൽ നെക്രാജയിൽ പാലത്തോട് ചേർന്നാണ് ഭീമൻ കുഴിയുള്ളത്. ശക്തമായി മഴ പെയ്ത് വെള്ളം നിറഞ്ഞ് റോഡ് ഏതാ കുഴിയേതാ എന്ന് മനസ്സിലാകാത്ത സ്ഥിതിയാണ്. ഇരുചക്രവാഹന യാത്രക്കാരാണ് മിക്ക സമയങ്ങളിലും അപകടത്തിൽപ്പെടുന്നത്. കുഴിവെട്ടിക്കാൻ ശ്രമിച്ച് നിയന്ത്രണം വിട്ടാൽ വലിയ അപകടം ഉറപ്പാണ്. പള്ളത്തടുക്കയിലെത്തിയാൽ പാലത്തിന് ബലക്ഷയമുണ്ടെന്ന് അധികൃതർ തന്നെ സമ്മതിക്കുന്നു. മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ച് വർഷം 1 കഴിഞ്ഞു. നാൽപ്പത് വർഷം പഴക്കമുള്ള പാലത്തിൻ്റെ അടിഭാഗത്ത് സ്ലാബുകളുടെ കമ്പികൾ പുറത്തേക്കിറങ്ങി നിൽക്കുന്നത് കാണാം. പാലം ദുർബലാവസ്ഥയിലായതിനാൽ വാഹനങ്ങൾ പതുക്കെ പോകണമെന്ന് മാത്രമാണ് അധികൃതർ നൽകിയ മുന്നറിയിപ്പ്. ഏത് നിമിഷവും അപകടത്തിന് സാധ്യതയുണ്ടെന്നിരിക്കെ അധികൃതരുടെ മുന്നൊരുക്കം ഈ ബോർഡിൽ അവസാനിച്ചു. റോഡിൻ്റെ ശോചനീയാവസ്ഥ അസഹനീയമായതോടെ നാട്ടുകാരും ഒരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും പഴക്കമുള്ള പാലം ഇനിയിപ്പോൾ എന്ന് പൊളിഞ്ഞിട്ട് ജനങ്ങൾ ദുരിതത്തിലാവും, അപകടത്തിൽ ആവും എന്നുള്ളത് നമുക്ക് ഇനി കണ്ട് അറിയണം. ഇതിൻ്റെ പറഞ്ഞ പോലെ ഇതിൻ്റെ അടിയിൽ കണ്ടാൽ ആരും പോവില്ല. അതിൻ്റെ മുകളിൽ അത്രയ്ക്കും ശോചനീയാവസ്ഥയിലുള്ളതാണ് ഈ പാലം. അപ്പോൾ അതുകൊണ്ട് എത്ര പെട്ടെന്ന് അധികാരികളെ ഇതിന് ഒരു നടപടി എടുക്കണമെന്നാണ് നമ്മൾ നാട്ടുകാരായി പറയുന്നത്. കർണാടകയിൽ നിന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് നിർമ്മാണ പ്രവൃത്തികൾക്ക് ആവശ്യമായ ജെല്ലി ഉൾപ്പെടെ കൊണ്ടുപോകുന്ന 100 കണക്കിന് ഭാരവാഹനങ്ങളാണ് ഇതുവഴി പ്രതിദിനം കടന്നു പോകുന്നത്. മറ്റ് ചരക്ക് വാഹനങ്ങൾ വേറെ. ചെർക്കള കല്ലടുക്ക അന്തർ സംസ്ഥാന പാതയിൽ പാലങ്ങൾക്ക് കുലുക്കമുണ്ടെങ്കിലും അധികൃതർക്ക് കുലുക്കമില്ല എന്നാണ് നാട്ടുകാർ പരിഹാസരൂപേണ പറയുന്നത്. റോഡ് പൂർണ്ണമായും പുനരുദ്ധരിക്കുമെന്ന വാഗ്ദാനം അധികൃതർ നൽകുന്നുണ്ടെങ്കിലും പണി പൂർത്തിയായാലേ വിശ്വാസം വരുമെന്ന നിലയിലാണ് പ്രദേശവാസികളുള്ളത്. കാസർഗോഡ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വഴി കടന്നു പോകുന്ന അന്തർ സംസ്ഥാന പാതയാണിത്. ഈ പാതയിലെ പ്രധാന പാലമായ പള്ളത്തടുക്കയിൽ ഇങ്ങനെയൊരു ബോർഡ് സ്ഥാപിച്ച് 2 വർഷം പിന്നിടുന്നു.
ടെൻഡറുകളും റീടെൻഡറുകളും മുറയ്ക്ക് നടക്കുമ്പോഴും ഇതിൻ്റെ അറ്റകുറ്റപ്പണിയോ പുനർനിർമ്മാണമോ എന്നാരംഭിക്കുമെന്നതിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. പള്ളത്തടക്കയിൽ നിന്നും വിനോദ് മേലേക്കൊപ്പം പ്രദീപ് നാരായണൻ, 24. പൊതുജനം കഴുതയല്ല സാർ. കുഴിയിൽ റോഡ് പ്രതികരണം നടത്തിയിരിക്കുന്നത് നീന മാർട്ടിനാണ്. മിനിബാബു പറയുന്നു, ഈ കുഴിയിൽ കൂടി യാത്ര ചെയ്താൽ യാത്ര പൂർണ്ണമാകില്ലല്ലോ എന്നാണ്. സദാശിവൻ പിള്ള പറയുന്നു, റോഡ് ഇൻഡിക്കേറ്റ്സ് കൾച്ചർ. ഇഫ് ദീസ് റോഡ് സിഗ്നൽ ദാറ്റ് വി റിമൈൻ അൺകൾച്ചേർഡ് എന്നാണ്. ആ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നൌഷാദ് പുന്നത്തല ആവർത്തിച്ചൊരു മെസ്സേജ് ഇടുന്നുണ്ട്. 3 മാസമായി പ്രവാസി പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ്. ഒരു വരുമാനവുമില്ലാതെ വീടുകളിൽ കഴിയുന്ന പ്രായമായ മുൻ പ്രവാസികൾ ദുരിതത്തിലാണ്. പ്രവാസി പെൻഷൻ ഉടൻ വിതരണം ചെയ്യണമെന്നൊരു പ്രവാസി എന്ന നിലയിൽ പറയുകയാണ് എന്ന് നൌഷാദ് പുന്നത്തല പറയുന്നു. തീർച്ചയായും അങ്ങനെ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പുനഃസ്ഥാപിക്കുന്നതിന് അടിയന്തിരമായി അധികാരികൾ നടപടി സ്വീകരിക്കണം. ഒരു ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം മറ്റ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്ത് അങ്ങനെ ഈ പ്രവാസി പെൻഷനാണ് അവർ പിന്നീട് ഒരു പ്രതീക്ഷയായി കാണുന്നത്. അത് മുടക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തരുത്. മറ്റൊരു വിശേഷത്തിലേക്ക് പോവുകയാണ്. കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട പൊതുഹാളായ ടാഗോർ ഹാൾ പൊളിച്ചു നീക്കി 1 വർഷം പിന്നിട്ടിട്ടും പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടില്ല. മൾട്ടിപ്ലക്സ് തിയേറ്റർ ഉൾപ്പെടെയുള്ള സാംസ്കാരിക കോംപ്ലക്സാക്കി പണിയാനാണ് ടാഗോർ ഹാൾ കഴിഞ്ഞ വർഷം പൊളിച്ചത്. ഫണ്ട് ലഭ്യമാകാത്തതാണ് നിർമ്മാണ പ്രവൃത്തി വൈകാൻ കാരണം. കാണാം. കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഹാൾ ഒഴിഞ്ഞു, ആളൊഴിഞ്ഞു. 2025 മാർച്ചിലാണ് നവീകരണ പ്രവർത്തിക്കായി ടാഗോർ ഹാൾ പൊളിച്ചു മാറ്റിയത്. എന്നാൽ വർഷം 1 പിന്നിടുമ്പോഴും ഇതുവരെ പ്രവൃത്തി തുടങ്ങിയിട്ട് പോലുമില്ല. ചോർന്നൊലിക്കാൻ തുടങ്ങിയതോടെയാണ് ഫിറ്റ്നസ് കാലാവധി കഴിഞ്ഞ 50 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടം പുതുക്കിപ്പണിയാൻ കോഴിക്കോട് കോർപ്പറേഷൻ തീരുമാനിച്ചത്. 2023 അടച്ചിട്ട ഹാൾ 2025 പൊളിച്ചു മാറ്റിയത്. $67.75 കോടി രൂപയാണ് നിർമ്മാണ ചെലവായി കണക്കാക്കുന്നത്. ബുക്ക് ഷോപ്പ്, മൾട്ടിപ്ലക്സ് തിയേറ്റർ, കോഫി ഷോപ്പ് എന്നിവയടങ്ങിയ 3 നില കെട്ടിടം, 2000 പേർക്ക് ഇരിക്കാവുന്ന പ്രധാന ഹാൾ, 150 പേർക്ക് ഇരിക്കാവുന്ന മിനി ഹാൾ, 500 പേർക്കുള്ള ഡൈനിങ് ഹാൾ എന്നിവയാണ് പ്ലാൻ. എന്നാൽ പഴയ കെട്ടിടം പൊളിച്ച് 1 വർഷം കഴിഞ്ഞിട്ടും പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഫണ്ട് ലഭ്യമാവാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന് കൗൺസിലർ നവ്യ ഹരിദാസ് പറഞ്ഞു. 1 വർഷമായി പൊളിച്ചു മാറ്റിയിട്ട്, പക്ഷേ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കണ്ടെത്താൻ കോഴിക്കോട് കോർപ്പറേഷൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ നിർമ്മാണം എപ്പോൾ ആരംഭിക്കുമെന്ന് തന്നെ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കോർപ്പറേഷൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ടാഗോർ ഹാൾ എന്ന് പറയുന്നത് ഇന്ന് നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മാലിന്യ നിക്ഷേപ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്നും വായ്പയെടുക്കാൻ സർക്കാർ അനുമതിക്കായി കാത്തിരിക്കുകയാണെന്ന് കോർപ്പറേഷൻ മേയർ ഒ സദാശിവൻ. KURFCയുടെ അവരുടെ വായ്പ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് കുറവാണ്. അപ്പോൾ അത് ലഭ്യമാവുന്നതിന് സർക്കാരിൻ്റെ അനുമതിക്ക് അയച്ചിട്ടുണ്ട്. അനുമതി ലഭ്യമാവുന്ന മുറയ്ക്ക് ടെൻഡർ നടപടിയിലേക്ക് പോകാൻ വേണ്ടി കഴിയും. 67 കോടി 75 ലക്ഷം രൂപയാണ് ഇതിൻ്റെ തുക. പുൾത്തുക വായ്പ കിട്ടുവാണെങ്കിൽ പുൾത്തുക വായ്പ എടുക്കാൻ തന്നെയാണ് കാണുന്നത്. നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുഹാൾ ഇല്ലാതായതോടെ അതിന്റെ നിരാശയിലാണ് ജനങ്ങൾ. നിരവധി സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പരിപാടികൾക്ക് വേദിയായ ഇടമാണ് ടാഗോർ ഹാൾ. എത്രയും പെട്ടെന്ന് ഹാൾ പുനർനിർമ്മിച്ചു നൽകണമെന്നാണ് ഉയരുന്ന ആവശ്യം. ക്യാമറാമാൻ അനൂപിനൊപ്പം വർഷ ഗിരീഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാറിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി 24ന്റെ സജീവ സംവാദ പരിപാടിയായ എൻകൗണ്ടറുമായി ചേരുന്നു ഹാഷ്മി താജ് ഇബ്രാഹിം. നമസ്കാരം.